ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 11-ാമത്തെ വചനം. യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവീൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ. ദാവീദ് തന്റെ ജീവിതത്തിലും ജനത്തിന്റെ ജീവിതത്തിലും ചെയ്ത ദൈവപ്രവർത്തികളുടെ വിവരണങ്ങൾ വിവരിക്കുന്ന സമയത്ത് ജനത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത്. യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവീൻ, അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാൽ പോരാ, നിരന്തരം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തെ അന്വേഷിക്കുക. അതൊരിക്കൽ പോരാ, നിരന്തരം അന്വേഷിക്കണം. ദൈവ സാന്നിധ്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കൽ ലഭിച്ചാൽ പോരാ, നിരന്തരം ലഭിക്കണം. ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം വഹിക്കപ്പെട്ട പഴയ നിയമത്തിലെ ഒരു മനുഷ്യനാണ് മോശെ എന്ന് പറയുന്നത്. മുൾപടർപ്പിന്റെ നടുവിൽ ഒരിക്കൽ അവൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. അവിടെ വെച്ച് ദൈവം അവനെ ചില അധികാരങ്ങൾ ഫലമേൽപ്പിച്ചു. പിന്നീട് പഠിക്കുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ ന്യായപ്രമാണത്തിന്റെ കൽപ്പലകകൾ സ്വീകരിക്കുവാൻ പർവ്വത മുകളിൽ വെച്ച് നീണ്ട ദിവസങ്ങളിൽ അവൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ പിന്നെയും മോശ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, തിരുസാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. എന്തിനാണ് എപ്പോഴും ദൈവ സാന്നിധ്യം ചോദിക്കുന്നത്? പുതിയ നിയമത്തിന്റെ വക്താവായ പൗലോസിന്റെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ പഠിച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞൊരു ജീവിതമാണ്. ഒരിക്കൽ താൻ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. പിന്നെയും തന്റെ കൊതി ദൈവ സാന്നിധ്യത്തിനാണ്. യേശുവിന്റെ മാറോട് ചാരിയിരുന്ന യോഹന്നാൻ പത്മോസ്ദ്വീപിൽ വെച്ച് വീണ്ടും കൊതിക്കുക ദൈവ സാന്നിധ്യത്തിന്. ദൈവ സാന്നിധ്യം ഒരിക്കൽ പ്രാപിച്ചാൽ പോരാ, ദൈനംദിന ജീവിതത്തിൽ എന്നും പ്രാപിക്കണം. ദൈവത്തിന്റെ മുഖം തേടുവീൻ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തെ നിരന്തരം അന്വേഷിപ്പീൻ. ദൈവ സാന്നിധ്യം ഉള്ളിടത്തേക്ക് ഓടിച്ചെല്ലുക, ആ ദൈവ സാന്നിധ്യത്തിൽ നിറയപ്പെടുക, ആ ദൈവ സാന്നിധ്യം ലൈഫിലേക്ക് പകർത്തിയെടുക്കുക. നമുക്ക് ദൈവത്തിന്റെ മുഖം ഈ ദിവസങ്ങളിൽ തേടാം. ആ സാന്നിധ്യം നമുക്ക് നിരന്തരം അന്വേഷിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ദൈവത്തിന്റെ മുഖം നിരന്തരം അന്വേഷിക്കുവാൻ, ആ സാന്നിധ്യത്തെ നിരന്തരം അന്വേഷിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ തരണം. ഇവരുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടുകളിൽ ദൈവ സാന്നിധ്യം, അവരുടെ ജോലി സ്ഥലത്ത് ദൈവ സാന്നിധ്യം, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം പകരണം. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ ജീവിതം ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു.